എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്നലെ, അതായത് വെള്ളിയാഴ്ച, ഓപ്പണിംഗ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഡൗണിലോട്ട് തന്നെ പോയിരുന്നു. ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ഹൈ, ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ഹൈ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് വീക്ക്നെസ് കാണിച്ചു. എന്നാലും ഇതൊക്കെ, ഈ ഒരു വീക്ക്നെസ്സൊക്കെ ഒരു തട്ടിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും ഹെവി വെയ്റ്റ് ഷെയർസിൻ്റെ റിസൾട്ട് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോകും. എന്നാലും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ 23,000 റേഞ്ചിൽ നിന്ന് പെട്ടെന്നധികം താഴോട്ട് പോകത്തില്ല. പിന്നീട് പോകുമായിരിക്കും. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് അധികം 23,000 താഴെ പോയാലും തിരിച്ച് കയറി വരും മാർക്കറ്റ്. ഓക്കെ, ഒന്നീ കുറച്ച് ദിവസം സൈഡ് വൈസ് മൂവ്മെൻ്റൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം നല്ലൊരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കവറിങ് വന്ന് മുകളിലോട്ട് കയറി വരണം. ഞാൻ പറഞ്ഞ പോലെ ഒന്നീ സൈഡ് വൈസ് മൂവ്മെൻ്റ് അധികം ഡൗണിൽ പോകാതെ ഈ റേഞ്ചിൽ 200-300 പോയിൻ്റ് റേഞ്ചിൽ 1.5 ആഴ്ച ട്രേഡായി കഴിഞ്ഞാൽ ഇപ്പം വന്ന ലോ തിരിച്ച് വീണ്ടും അതിൻ്റെയും താഴെ നല്ല രീതിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കണം. സപ്പോർട്ട് എടുത്ത് കുറച്ചെങ്കിലും കയറണം. പണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ 100 പോയിൻ്റ് ഇറങ്ങിയാൽ 300 പോയിൻ്റ് കയറും. അപ്പം നേരെ ഇപ്പോൾ തിരിച്ചാണ് 200-300 പോയിൻ്റ് കയറിയ 1000 പോയിൻ്റ് ഒറ്റയടിക്ക് തരുന്നത് നമുക്ക്. അപ്പം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഈ വർഷം മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് താഴെ വരുമ്പോൾ എടുക്കുന്ന ഷെയർസിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടും. ഒരു ഓവർസോൾഡ് പൊസിഷൻ നോക്കിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം, CPRൻ്റെ താഴെ ഓപ്പണായി കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിലോട്ട് തന്നെ പോയത്. ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതലും മാർക്കറ്റിനെ താഴോട്ട് വലിച്ചുകൊണ്ട് പോയത്. ഓക്കെ, നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർസാണ് ഇതിനകത്ത് കുറച്ച് ഷെയർസ് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഭാരത് ഡൈനാമിക്സ്, ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ പൊസിഷൻ നമ്മൾ നോക്കുന്നതിനകത്ത് നമുക്ക് ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ചാൻസ് ഈ ഷെയർ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ടായിരുന്നു. പ്രൊഡിക്റ്റീവ് ചാനൽസൊക്കെ വെച്ചിട്ടാണെങ്കിൽ RVNL ചാൻസ് ഉണ്ടായിരുന്നു. അത് ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് വൺ സൈഡ് കയറി. R2 നല്ല ചാൻസ് ആ ഷെയർ വന്ന് 433 എന്നത് 424, 9 രൂപ. അധികം എന്ന് പറയുമ്പോൾ 2% ഒക്കെ തന്നു. MFSL ചാൻസ് വന്നിട്ടില്ല. CPR വെച്ചുള്ള ചാൻസ് കിട്ടിയെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് സമ്മാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ വന്നു 155-98 എന്നത് 151 രൂപ, ചെറിയൊരു പ്രോഫിറ്റ്. പിന്നെ അത് ഹൈ അടിച്ചപ്പോൾ അടുത്ത ലെവലിൽ പോകുന്നത് നോക്കി അടുത്ത ലെവലിൽ പോയി. അടുത്ത ലെവലിൽ നിന്ന് ഇറങ്ങി 159, 20, 30 റേഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടത് 155, 4 രൂപ പ്രോഫിറ്റോടെ കൊടുക്കുന്നുണ്ട്. സ്വാൻ എനർജിക്ക് അത് നല്ല ചാൻസ് ഉണ്ട്. ഓപ്പണിങ് ഹൈ വന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിച്ചു ഇറങ്ങി. 696 എന്നത് 666, 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ GMDCയിലൊന്നും ചാൻസ് ഇല്ലായിരുന്നു. ഗോ ഡിജിറ്റിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. പ്രീവിയസ് ഡേ ഹൈ R1, R2 അടുത്ത് വരെ പോയിട്ട് ഇറങ്ങി. R2 കട്ട് ചെയ്തിട്ട് ഇറങ്ങുമായിരുന്നെങ്കിൽ നല്ല ചാൻസ് എടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം, 302 എടുക്കാം. 302 എടുത്താൽ നമുക്ക് 286, അതായത് 16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് തരുന്നുണ്ടായിരുന്നു. പിന്നെ റെഡിങ്ടനകത്തുണ്ടായിരുന്നു ചാൻസ് ഇല്ല. ഏകദേശം അടുത്ത് വന്നിറങ്ങുമായിരുന്നു. GE ഷിപ്പിംഗ്. വേറെ ഷെയറിനകത്തൊന്നും പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ചാൻസുകളുണ്ട്. പക്ഷെങ്കിൽ CPR വെച്ചിട്ടൊരു 3-4 ഷെയർസ് മാത്രമേ നമുക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്കിനി അടുത്ത ദിവസത്തെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം.
നാളത്തെ മൺഡേയിലേക്കുള്ള ഷെയർസാണ് നമ്മൾ എടുത്തു വച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ ടോപ്പിക്കുന്ന ബജാജ് ഹെൽത്ത് കെയർ, ക്വാഡ് ഫ്യൂച്ചർ, ഇതിനകത്തൊക്കെ നല്ല ചാൻസ് R1, ബജാജ് ഹെൽത്ത് കെയർ R1 വരെ പോയിട്ടിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഇപ്പോൾ ഒരു 10 രൂപയൊക്കെ മുകളിൽ ഓപ്പണായിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ക്വാഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഷെയർ ഇതിൻ്റെ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്. പക്ഷേ ചിലപ്പോൾ എനിക്കൊന്ന് ഓപ്പണിങ് ഇത് ഡൗൺ ഓപ്പണിങ് വരാനാണ് ചാൻസ്. ഡൗൺ ഓപ്പണിങ് വന്നാലും എപ്പോഴെങ്കിലും ഒന്ന് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. BLSനകത്ത് ഒന്നുകിൽ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങണം. അതല്ല എങ്കിൽ R1 ഓപ്പണിങ് തന്നെ നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് ഇട്ട് R1 പോയിട്ട് ഇറങ്ങണമെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ആശാപുര മൈൻ നോക്കിയേ ചെയ്യാവും. 10% അപ്പർ സർക്കിട്ടാണ് ഈ ഷെയർ. ഈ ഷെയറിനകത്ത് നോക്കി മാത്രമേ ചെയ്യാവൂ. ചാൻസ് കിട്ടുവാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അതായത് R1 പോയിട്ട് വോളിയം നോക്കണം. അത് ഈ R1 വരെ പോകാൻ വേണ്ടി എടുത്ത വോളിയം അതിന് കട്ട് ചെയ്തിറങ്ങുന്ന സമയത്ത് വോളിയം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സെല്ലിങ് ആണോ എന്നുള്ള കാര്യം. എയ്റോഫ്ലെക്സിനകത്തും ഹൈയും R1 അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസാണ്. പക്ഷേ അവിടം വരെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചിലപ്പോൾ ഒരു 50-നടുത്ത് വരെ പോയിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. നോക്കുക, ലെവലുകൾ വന്നിറങ്ങുകയാണെങ്കിൽ മാത്രം ചാൻസ് എടുത്താൽ മതി. NBCC R1 റേഞ്ചിൽ പോയിട്ട് ചാൻസ് കിട്ടുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. GSFC അതും R1 R2 റേഞ്ചിൽ നിന്ന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. സൺടെക് R1 പോകാൻ ചാൻസ് ഉണ്ട്. അതിന് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് R1 R2 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് എടുക്കുക. അതല്ല ഓപ്പണിങ്ങിലെ വീക്ക്നെസ് ആണെങ്കിൽ 500 പോയിട്ട് ഈ ലെവൽ കെട്ടിയപ്പോൾ എൻട്രി എടുക്കാം. FACTക്കകത്ത് ഈ ആവറേജ് ശ്രദ്ധിക്കുക. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് അത് സ്റ്റേബിൾ ആകുന്നില്ല എങ്കിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ലേ പിന്നെ ഹൈ പോയിട്ട് അടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹൈ പോകാത്ത ഷെയർസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ആവറേജിന് താഴെ ട്രേഡ് കിട്ടുവാണെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം. GSPL GSPLൻ്റെ R1 പ്രീവിയസ് ഡേ ഹൈയും 3 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ R2 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഈ ലെവലുകൾ വന്നിട്ട് ചില ഷെയറിൻ്റെ ക്ലോസിംഗ് ആണ് നമുക്ക് പ്രശ്നം. ക്ലോസിങ്ങും അതിൻ്റെ ഹൈ അടിച്ചതും വെച്ച് നോക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസിനകത്തൊക്കെ ഇതുപോലെ ഇപ്പോൾ 364 കാണിക്കുന്നുണ്ട്, ഇവിടെ 374 ആവറേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിൽ ഇത് 10 രൂപ കയറി ഈ ലെവലിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. തിത്താഗ്ര പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ജൂബിലൻറ്റ് ഫാർമ അതും R1 പ്രീവിയസ് ഡേ ഹൈ എന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. HFCL R1 R2 റേഞ്ച് ഏത് റേഞ്ചിൽ നിന്ന് കിട്ടുന്ന ചാൻസ് എടുക്കാം. ആധാർ ഇതൊക്കെ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മൂവ്മെൻറ്റ് വീക്ക്നെസ്സാണ് ഈ ഷെയർ കാണിക്കുന്നത്. പക്ഷെങ്കിൽ നാളെ ചാൻസ് കിട്ടുവാണെങ്കിൽ മാത്രം എടുക്കാം. ആവറേജ് എന്ന് കിട്ടുവാണെങ്കിലും ചാൻസ് എടുക്കാം. ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ച് കിട്ടുവാണെങ്കിലും ചാൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ തിങ്കളാഴ്ചത്തേനുള്ള ഷെയർസ്. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.